ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കയാക്കിംഗ് എന്ന ജലവിനോദത്തിന് ഉചിതമാണ് കേരളത്തിലെ അരുവികളെന്ന് തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് തുഷാരഗിരിയിൽ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വീണ്ടും വേദിയാവുന്നത്. ഇറ്റാലിയൻ ഫ്രീ സ്റ്റൈൽ ചാമ്പ്യനായ മാക്സ് ബെനറ്റൻ അടക്കമുള്ള ദേശീയ താരങ്ങളാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച കാര്യങ്ങളിൽ തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ വൈഡ് റിലീസിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ജൂലൈ 22-ന് തുഷാരഗിരിയിൽ തുടക്കമാകുന്നു. ഇറ്റാലിയൻ ഫ്രീ സ്റ്റൈൽ ചാമ്പ്യൻ മാക്സ് ബെനറ്റൻ ഇത്തവണ പങ്കെടുക്കും. കൈതപ്പൊയിൽ GMUP സ്കൂളിൽ പ്രധാനാധ്യാപികയെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് KSTN നേതൃത്വത്തിൽ DDA ഓഫീസ് ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഓണച്ചിത്രങ്ങൾക്ക് തിയേറ്റർ ഉടമകളിൽ നിന്ന് അഡ്വാൻസ് തുക വാങ്ങിയതിനാൽ വൈഡ് റിലീസിംഗ് അനുവദിക്കില്ലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ച കാര്യങ്ങളിൽ തീരുമാനമുണ്ടായ ശേഷം മാത്രമേ വൈഡ് റിലീസിനെ കുറിച്ച് ചിന്തിക്കൂ എന്നും പ്രസിഡന്റ് ലിബർട്ടി ബഷീർ പറഞ്ഞു. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വൈഡ് റിലീസിംഗിനെതിരല്ലെന്നും എന്നാൽ അത് പ്രായോഗികമാകണമെങ്കിൽ ഫെഡറേഷൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ പ്രാവർത്തികമാകണമെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. വൈഡ് റിലീസിംഗ് അനുവദിക്കുകയാണെങ്കിൽ തിയേറ്റർ ഉടമകളിൽ നിന്നും അഡ്വാൻസ് തുക വാങ്ങരുത്. മാളുകളിലെ തിയേറ്ററുകളിൽ ഉൾപ്പെടെ നിയമങ്ങൾ ഏകീകരിക്കണം. വൈഡ് റിലീസ് നടപ്പാക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ അഡ്വാൻസ് വാങ്ങാനുള്ള ഒരു ബാധ്യത ഉണ്ടാവില്ല. അതോടൊപ്പം ഈ ടേംസിന്റെ കാര്യത്തിൽ ഏകീകരിക്കണം. മാളെടുക്കുന്ന ടേംസ് നമുക്ക്. പെരുന്നാളിന് അഡ്വാൻസ് തുക വാങ്ങിയതിനാലാണ് വൈഡ് റിലീസിംഗ് ഇല്ലാതിരുന്നത്. ഓണത്തിനും വൈഡ് റിലീസിംഗ് ഉണ്ടാകില്ല. ഓണപ്പടത്തിന്റെ എല്ലാ പടവും അഡ്വാൻസ് വാങ്ങി കഴിഞ്ഞു. അപ്പൊ ആ പടം ഇനി ഒരിക്കലും വൈഡ് റിലീസ് അനുവദിക്കില്ല. ഫെഡറേഷനിൽ അംഗങ്ങളായ 10 തിയേറ്ററുകൾ നൽകിയ അഡ്വാൻസ് തുക തിരിച്ചു കിട്ടുമോ എന്ന ആശങ്കയിലാണ് ബാഹുബലി പ്രദർശനത്തിനെത്തിയതെന്നും ഫെഡറേഷനിൽ ഭിന്നതയില്ലെന്നും ലിബർട്ടി ബഷീർ വ്യക്തമാക്കി. പെരുന്നാൾ ചിത്രങ്ങൾ റിലീസ് ചെയ്യാതിരിക്കാൻ സെൻസറിംഗ് തടസ്സപ്പെടുത്താനും നീക്കം നടന്നെന്നും ഫെഡറേഷൻ ആരോപിച്ചു. പ്രേമം സിനിമയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഇരുട്ടിൽ തപ്പലാണ്. ഇപ്പോ നിങ്ങൾ ഇന്നലത്തെ സാങ്കേതിക ഇതിന്റെ പിന്നിലുള്ളത് ഇപ്പം പോയി ഇരുട്ടിൽ തപ്പയാണ്. കാരണം 10 സിനിമക്കാരുടെ പോയെന്നല്ലോ സംശയമില്ല. സിനിമ പുറത്തെടുക്കുന്നോ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെന്നോ സിനിമ സ്റ്റുഡിയോന്നോ സിനിമയായിട്ട് അണിയറ പുറത്തുനിന്ന് അത് സംശയമില്ലാതെ കഴിയുന്നുണ്ട്. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സർക്കാരിന് മുന്നിൽ വെച്ച കാര്യങ്ങളിൽ തീരുമാനമുണ്ടായതിനു ശേഷം വൈഡ് റിലീസിംഗുമായി സഹകരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് തുഷാരഗിരി ഒരുങ്ങുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും കയാക്കർമാർ എത്തിത്തുടങ്ങി. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ലോക കയാക്കിംഗ് ഭൂപടത്തിൽ ഇടം നേടിയ തുഷാരഗിരിയിൽ ഇത്തവണ ജൂലൈ 22 മുതൽ 26 വരെയാണ് കയാക്കിംഗ് നടക്കുന്നത്. കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലായിട്ടാണ് വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നടക്കുക. ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ കുറ്റ്യാടിപ്പുഴയിൽ നടക്കും. ഇന്ത്യൻ താരങ്ങൾക്ക് പുറമെ റഷ്യ, ചെക്കോസ്ലോവാക്യ, USA, UK, ഇറ്റലി, സ്പെയിൻ, നേപ്പാൾ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കയാക്കിംഗ് താരങ്ങൾ മത്സരത്തിനെത്തുന്നുണ്ട്. 23-ന് ചക്കിട്ടപ്പാറയിൽ കുറ്റ്യാടിപ്പുഴയിൽ ചാമ്പ്യൻഷിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 24-ന് ബിഗിനേഴ്സ് കോമ്പറ്റീഷൻ കരിയാത്തൻപാറയിൽ വെച്ച് നടക്കും. മേളയുടെ മൊത്തം സമ്മാനത്തുക 5.50 ലക്ഷം രൂപയാണ്. ജൂലൈ 25, 26 തീയതികളിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ ഇരുവഴിഞ്ഞിപ്പുഴ, ചാലിപ്പുഴ എന്നിവിടങ്ങളിൽ പ്രധാന ചടങ്ങുകൾ നടക്കും. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ജൂലൈ 25-ന് രാവിലെ 10 മണിക്ക് പുലിക്കയത്ത് ടൂറിസം മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. 26-ാം തീയതി നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യാതിഥിയായിരിക്കും. ജൂലൈ 22-ാം തീയതി നടക്കുന്ന കയാക്കിംഗ് എക്സ്പെഡിഷൻ മേള മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണെന്നും സംഘാടകർ അറിയിച്ചു. മുമ്പായി ജൂലൈ 23-ാം തീയതിയാണ് ചക്കിട്ടപ്പാറയിലെ കുറ്റ്യാടിപ്പുഴയിലാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. 24-ാം തീയതി ബിഗിനേഴ്സ് കോമ്പറ്റീഷൻ കരിയാത്തൻ പാറയിൽ വെച്ച് നടക്കും.
25, 26 തീയതികളിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ ഇരുവഞ്ചിപ്പുഴ, ചാലിപ്പുഴ എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകൾ പുലിക്കയത്ത് വെച്ചാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. 25-ാം തീയതി, 26-ാം തീയതി സമാപന ചടങ്ങ്, അതുപോലെ തന്നെ പ്രൈസ് മണി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ പുലിക്കയത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത്. വാട്ടർ സ്പോർട്സിൽ വിപ്ലവകരമായൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് മത്സരങ്ങളൊക്കെ നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും സംസ്ഥാന കയാക്കിംഗ് അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മദ്രാസ് ഫൺ ടൂറിസ്റ്റിന്റെ സാങ്കേതിക സഹകരണത്തോടെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കോഴിക്കോട്ടെ വ്യവസായ, കായിക, ആരോഗ്യ, സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന RN സാബു അന്തരിച്ചു. 1961 മാവൂരിൽ ബിർള ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രാസിൻ ഫാക്ടറി നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കാനെത്തിയ സാബു എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായാണ് വിരമിച്ചത്. മാവൂർ ഗ്രാസിം ഇൻഡസ്ട്രീസ് മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് RN സാബു അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. രാജസ്ഥാനിലെ പിനാലി സ്വദേശിയായ സാബു 1951 ഗോളിയോറിലെ ജിയാജി റാവു കോട്ടൺ മില്ലിൽ ജോലിയിൽ പ്രവേശിച്ചത്. 1961 ജനുവരിയിൽ കോഴിക്കോട്ടെത്തി. തുടർന്ന് മാവൂർ ഗ്രാസിമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലയേറ്റു. മാവൂർ റയോൺസിൽ എക്സിക്യൂട്ടീവ് മാനേജറായി എത്തിയ സാബു 40 വർഷത്തെ സേവനത്തിന് ശേഷം മാവൂർ ഗ്രാസിമിൽ നിന്നും വിട പറഞ്ഞു. കോഴിക്കോട്ടെ വാണിജ്യ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള സാബു മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റായും വർത്തിച്ചിട്ടുണ്ട്. മലബാറിലെ ക്യാൻസർ ചികിത്സയുടെ അടിത്തറ പാകിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിനായി ഭാര്യ സാവിത്രി ദേവിയുടെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കെട്ടിടം പണിതു നൽകി. 1982 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കല്ലേരിയിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയവും ആരംഭിച്ചു. 1985 സാബു കോളേജ് ഓഫ് വുമണും 1995 സാവിത്രി ദേവി സാബു മെമ്മോറിയൽ വുമൺസ് കോളേജും തുടങ്ങി. പരേതനായ അജയ് സാബു, അലോക് സാബു, സംഗീത് സാബു, മീന സാബു, രാജീവ് സാബു എന്നിവർ മക്കളാണ്. കൈതപ്പൊയിൽ GMUP സ്കൂൾ പ്രധാനാധ്യാപികയെ അന്യായമായി സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് KSTA DDE ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കൈതപ്പൊയിൽ GMUP സ്കൂൾ പ്രധാനാധ്യാപികയും KSTA സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VP ഇന്ദിരയുടെ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് DDE ഓഫീസിനു മുൻപിൽ KSTA നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ദിര സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ ഭരണ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മുസ്ലിം ലീഗ് നേതാവായ PTA പ്രസിഡന്റ് ഇടപെട്ട് സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കിയതിനെതിരെയാണ് സത്യാഗ്രഹ സമരം. FSCTO ജില്ലാ പ്രസിഡന്റ് M മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ നടപടി ഞങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ PDAയുടെ സ്ഥലം മാറ്റും, എത്നിസിറ്റി ഹൗസിന്റെ സ്ഥലം മാറ്റും. അതുകൊണ്ട് ഇവർ രഹസ്യ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഈ നടപടിയെടുത്ത ഉദ്യോഗസ്ഥന്മാരടക്കം നടപടിയെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ലീഗിന്റെ ഒരു PTA പ്രസിഡന്റ് അദ്ദേഹത്തിന് മുമ്പിൽ ഏറ്റാനിച്ചു നിന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ടീച്ചറുടെ കുറ്റം. KST ആഹ്വാനം ചെയ്തിട്ട് ഒരു പരിപാടിയിൽ, FSCTയുടെ ഒരു പരിപാടിയിൽ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ PTA പ്രസിഡന്റിനെ പ്രകോപിച്ചിട്ടുള്ളത്. KST നേതാക്കളായ RB അബ്ദുള്ള, PK സതീശൻ, PP രഘുനാഥ്, K ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. പശു വളർത്തലിൽ ജീവിത വിജയം കൈവരിച്ച ക്ഷീര കർഷകൻ പ്രാദേശികമായ എതിർപ്പും പഞ്ചായത്തിന്റെ നിസ്സംഗതയും കാരണം നാടുവിടാനൊരുങ്ങുന്നു. കീഴരിയൂർ മഠത്തിൽ ശ്രീകുമാരനാണ് തന്റെ അരുമകളായ പശുക്കളെ ഉപേക്ഷിച്ച് നാടുവിടാനൊരുങ്ങുന്നത്. പശുത്തൊഴുത്തിലെ മാലിന്യങ്ങൾ ദുർഗന്ധവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുവെന്നാരോപിച്ച് സമീപവാസി നൽകിയ പരാതിയെ തുടർന്ന് കീഴരിയൂർ ഗ്രാമപഞ്ചായത്താണ് മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് പോലും ലഭിച്ച ശ്രീകുമാരനെതിരെ നടപടിക്കൊരുങ്ങുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 17 പഞ്ചായത്ത് ശ്രീകുമാരനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ പ്രകാരം കന്നുകാലി ഫാം നടത്തുന്നതിന് വളക്കുഴി, ശേഖരണ ടാങ്ക്, കമ്പോസ്റ്റ് കുഴി, ജൈവവാതക പ്ലാന്റ് എന്നീ ക്രമീകരണങ്ങൾ ഫാം ഉടമ ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പശുക്കളെ വളർത്തുന്നതെന്നാണ് ശ്രീകുമാരൻ പറയുന്നത്. 6 കറവ പശുക്കളും വെച്ചുരിനത്തിൽപ്പെട്ട ഒരു പശുവും കിടാവുമാണ് തനിക്കുള്ളതെന്ന് ശ്രീകുമാരൻ പറയുന്നു. കറവ പശുക്കളിൽ ആസ്ട്രേലിയൻ ഇനമായ HF-ഉം 2 റെഡോക്സ് ജേഴ്സിയുമുണ്ട്. 11 വയസ്സ് മുതൽ പശുവിനെ വളർത്തിയ ശ്രീകുമാരൻ ദീർഘകാലം ഊട്ടിയിൽ തേയില കമ്പനിയിൽ തൊഴിലാളിയായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം രൂക്ഷമായ അവസരത്തിൽ തമിഴ്നാട്ടിൽ കേരളീയർക്കെതിരെയുണ്ടായ അക്രമ സംഭവത്തെ തുടർന്നാണ് ശ്രീകുമാരൻ അച്ഛൻ കേളുക്കുട്ടി നായരുടെ സ്വദേശമായ കീഴരിയൂരിലേക്ക് കുടുംബത്തോടെ ചേക്കേറിയത്. ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന 2 പശുക്കൾ പെറ്റുപെരുകയാണ് കൂടുതൽ കിടാങ്ങളുണ്ടായത്.
കുടുംബസ്വത്തായ 55 സെന്റ് സ്ഥലത്തെ പഴയ വീട്ടിലാണ് ശ്രീകുമാരൻ, അമ്മ കല്യാണി, ഭാര്യ ശ്രീജ, മക്കളായ ഹരീഷ്, അഭിലാഷ് എന്നിവർക്കൊപ്പം താമസിക്കുന്നത്. കുടുംബസ്വത്ത് ഭാഗം ചെയ്യാനുള്ളതിനാൽ ഫാമിന് വേണ്ടി സ്ഥായിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രയാസമുണ്ടെന്ന് ശ്രീകുമാരൻ പറയുന്നു. എന്നാലും ഫാം പരമാവധി വൃത്തിയോടെയാണ് പരിപാലിക്കുന്നതെന്നും ഈ ക്ഷീര കർഷകൻ പറയുന്നുണ്ട്. ഫാമിലെ ഗോമൂത്രം പമ്പ് ഉപയോഗിച്ച് ആൾതാമസമില്ലാത്ത കാസിം എന്നയാളുടെ അടുത്ത പറമ്പിലേക്ക് അവരുടെ സമ്മതപ്രകാരം ഒഴുക്കിവിടുന്നുണ്ട്. വെള്ളമോ ചാണകമോ കെട്ടിനിൽക്കുന്ന അവസ്ഥയിലല്ലെന്നും അദ്ദേഹം പറയുന്നു. പശു വളർത്തൽ അല്ലാതെ മറ്റു ജോലികളൊന്നും തനിക്കറിയില്ലെന്ന് ശ്രീകുമാരൻ പറഞ്ഞു. ഇതുമാത്രമാണ് വരുമാനം. ഒരു ദിവസം 50 ലിറ്ററിലധികം പാൽ കൊഴക്കല്ലൂർ പാൽ സൊസൈറ്റിയിൽ നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാൽ നൽകുന്നതിന് അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കന്നുകാലികൾക്ക് മരുന്ന് കൊടുക്കുന്നതിലും ശ്രീകുമാരന് നല്ല പ്രാവീണ്യമുണ്ട്. എവിടെയെങ്കിലും പശുവിന് രോഗം വന്നാൽ നാട്ടുകാർ ആദ്യം വിളിക്കുക ശ്രീകുമാരനെയാണ്. കാലി വളർത്തലിന് എതിർപ്പ് ഉയരുന്ന പക്ഷം പശുക്കളെയെല്ലാം ഒഴിവാക്കി വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ വണ്ടി കയറാനാണ് ശ്രീകുമാരന്റെ തീരുമാനം. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, ജില്ലാ ക്ഷീരവികസന ഓഫീസർ, പ്രതിപക്ഷ നേതാവ് എന്നിവർക്കെല്ലാം ശ്രീകുമാരൻ കത്തയച്ചിട്ടുണ്ട്. ഗോരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്താണ് കീഴരിയൂർ. അത്തരമൊരു പഞ്ചായത്തിൽ നിന്നാണ് പശുഫാമിനെതിരെ എതിർപ്പ് ഉയരുന്നത്. വാർത്തകളിൽ ഒരിടവേള. പുത്തൻ ലോകത്തെ ഗാഡ്ജറ്റ് വിസ്മയങ്ങളുമായി 3G മൊബൈൽ വേൾഡിന്റെ മൾട്ടി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യും. ഈ വരുന്ന ജൂലൈ 22 രാവിലെ 10:30 താമരശ്ശേരിയിലും ഉച്ചയ്ക്ക് 3:30 കണ്ണൂരിലെ ക്യാപിറ്റൽ മോൾ. ഈ വരുന്ന ജൂലൈ 22 രാവിലെ 10:30 താമരശ്ശേരിയിലും ഉച്ചയ്ക്ക് 3:30 കണ്ണൂരിലെ ക്യാപിറ്റൽ മോൾ. നിങ്ങളും ഉണ്ടാവണം എന്നോടൊപ്പം. 3G മൊബൈൽ വേൾഡ്, സുരഭി ഷോപ്പിംഗ് കോംപ്ലക്സ്, താമരശ്ശേരി, ക്യാപിറ്റൽ മോൾ, കണ്ണൂർ. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കേവലം ഒരാളുടെ അമിതമായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രമാണ് 1000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള പാറോപ്പടി പുഞ്ചയിലെ ഫ്ളാറ്റ് നിർമ്മാണമെന്ന് കൌൺസിലർ KC ശോഭിത. ക്യൂൻസ് ഹാബിറ്റേറ്റ് ഫ്ളാറ്റിന്റെ നിർമ്മാണാനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികൾ നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പാറോപ്പടി നെടുംകുളം പുഞ്ചയ്ക്ക് സമീപം അനധികൃതമായി നിർമ്മിക്കുന്ന ക്യൂൻസ് ഹാബിറ്റേറ്റ് ഫ്ളാറ്റിനെതിരെയാണ് നെടുകുളം പുഞ്ചവയൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. നെടുംകുളം പുഞ്ചക്കരിയിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി വ്യാജരേഖ ചമച്ച് നിലം തോട്ടമാക്കി കോർപ്പറേഷൻ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി നേടിയാണ് ഫ്ളാറ്റിന്റെ പണി തുടങ്ങിയിരിക്കുന്നതെന്നും നിർമ്മാണാനുമതി റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ധർണ ആരംഭിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് റവന്യൂ രേഖകളിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി അടുത്ത കാലത്ത് നടത്തിയ 2-3 മനഃപൂർവ്വ കൈമാറ്റത്തിലൂടെ നിലം എന്നുള്ളത് തോട്ടമാക്കി മാറ്റി കൃത്രിമ രേഖയുണ്ടാക്കി അനുമതി നേടിയെടുത്താണ് പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ച് വാർഡ് നമ്പർ കൃത്രിമമായി കാണിച്ച് അനുമതിയും നേടി. തണ്ണീർത്തടമായി പ്രതിപാദിച്ചിട്ടുള്ള നെടുംകുളം പുഞ്ചവയലിൽ നിന്നും നിയമാനുസൃത ദൂരപരിധി പാലിക്കാതെ വെറും 20 മീറ്റർ അകലത്തിലാണ് അനധികൃതമായ ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നത്. 20 നിലകളിലായി 80 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം നെടുംകുളം പുഞ്ചയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിസര പ്രദേശങ്ങളിലെ 1000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പുഞ്ചയെ മലിനീകരിക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. കേവലം ഒരാളുടെ അമിതമായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രമാണ് 1000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടും അവരെ കണ്ണീരിലാഴ്ത്തിയും കൊണ്ടുള്ള ഫ്ളാറ്റ് നിർമ്മാണമെന്നും സമിതി ആരോപിച്ചു. ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈലിംഗിൽ തൊട്ടടുത്തുള്ള 4 വീടുകൾക്ക് സാരമായ വിള്ളലുകൾ ഉണ്ടാവുകയും കിണറുകൾ കലങ്ങുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ RDO പണി നിർത്തിവെക്കുവാൻ ഉത്തരവിടുകയും പണി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പരിഹാരം കാണാതെ ഫ്ളാറ്റ് ഉടമകളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ദിവസങ്ങൾക്കകം വീണ്ടും പൈലിംഗ് പൂർത്തിയാക്കുവാൻ അനുമതി നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കൌൺസിലർ KC ശോഭിത ഉദ്ഘാടനം ചെയ്തു.
ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ വിജയകുമാർ അധ്യക്ഷനായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം ഐ മൂസ, KV സുബ്രഹ്മണ്യൻ, KT പത്മജ, PT ജനാർദ്ദനൻ, സദാനന്ദൻ മാസ്റ്റർ, PH താഹ, KT സുനിൽകുമാർ, K ജിജേഷ് എന്നിവർ നേതൃത്വം നൽകി. വിഷരഹിത പച്ചക്കറികൾ മലപ്പുറത്തുകാർക്ക് നൽകി കാർഷിക രംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ കൊയ്യുകയാണ് ജൈവ കർഷകരുടെ കൂട്ടായ്മയായ കരുളായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ക്ലസ്റ്റർ. കർഷകരിൽ നിന്നും നേരിട്ട് വിളകൾ ശേഖരിച്ച് ന്യായമായ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ കർഷക കൂട്ടായ്മ. നിലമ്പൂർ കരുളായി പഞ്ചായത്തും കൃഷിവകുപ്പും ജൈവ കർഷകരും ചേർന്നാണ് ഈ വിപണന കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത്. മുൻപ് രാസവളം ഉപയോഗിക്കാത്ത കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചക്കറികൾ ഇവർ വഴിയോരത്ത് വിപണനം ചെയ്തിരുന്നു. അത് വളർന്നാണ് ഈ വിപണന കേന്ദ്രത്തിലെത്തിയത്. പച്ചക്കറികൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ പഴം, പച്ചക്കറി തൈകൾ, അതുപോലെ എല്ലാ കർഷകന് വേണ്ട എല്ലാ സാധനങ്ങളും വിൽപ്പന നടത്തുന്ന ഒരു സംവിധാനമായിട്ട് മാറി. കൃഷിത്തോട്ടത്തിലെത്തി പച്ചക്കറികൾ വിഷവിമുക്തമാണെന്ന് ഉറപ്പുവരുത്തിയാണ് ഇവിടേക്ക് കൊണ്ടുവരിക. ജൈവ പച്ചക്കറിയാണെന്ന് കരുതി വില കൂടുതലൊന്നുമില്ല. എല്ലാ ഇനങ്ങൾക്കും മിതമായ ലാഭം മാത്രമാണ് ഇവരെടുക്കുന്നത്. ഇന്ന് വെള്ളരിയുടെ വില 25 രൂപ വരെ മാർക്കറ്റ് വിപണിയുണ്ട്. നമ്മൾ കൊടുക്കുന്ന വെറും 15 രൂപയ്ക്കാണ്. നേന്ത്രപ്പഴം 42 രൂപയാണ് മാർക്കറ്റ് റേറ്റ്, നമ്മൾ കൊടുക്കുന്നത് 38 രൂപയ്ക്ക്. നമുക്ക് കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ 34 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ 4 രൂപ നമ്മൾ കൂട്ടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് മുൻതൂക്കം പോവും. അങ്ങനെയല്ല, ഇതൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രം. കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇവരുടെ പ്രവർത്തനം. രാസവസ്തു വിമുക്തമായി കൃഷി ചെയ്യാനുള്ള സഹായവും ഇവർ നൽകും. കൃഷിക്ക് വേണ്ട വിത്തും ജൈവവളങ്ങളും പിന്നെ കൃഷി ചെയ്യാനുള്ള സഹായവും. ശേഷം വിളവെടുത്താൽ അത് ന്യായമായ വില നൽകി തിരിച്ചെടുത്ത് വിറ്റഴിക്കുകയും ചെയ്യുന്നു. കരുളായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ക്ലസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ അനുകരണീയം തന്നെ. കൊയിലാണ്ടി SNDP കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരേക്കർ സ്ഥലത്ത് മാമ്പഴത്തോട്ടം ഒരുങ്ങുന്നു. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ കോളേജിലെ NSS യൂണിറ്റാണ് വിവിധയിനം ഒട്ടുമാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. കൃഷി ഓഫീസർ അനിത പാലേരി മാവിൻ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണത്തോടൊപ്പം മധുരമൂറും രുചി കൂടി ലഭിക്കാൻ വേറിട്ട കാൽവെപ്പുമായി കൊയിലാണ്ടി SNDP കോളേജ് വിദ്യാർത്ഥികൾ രംഗത്ത്. കോളേജിലെ ഒരു ഏക്കർ സ്ഥലത്ത് വിവിധയിനം മാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ മാതൃകയാകുന്നത്. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ SNDP കോളേജിലെ NSS യൂണിറ്റുകളാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായാണ് വിവിധതരം ഒട്ടുമാവിൻ തൈകൾ വെച്ചുപിടിപ്പിച്ചത്. അടുത്ത ഘട്ടത്തിൽ നാട്ടുമാവിൻ തൈകളും ഇടവിളിയായി ചെണ്ടുമല്ലിയും നട്ടുവളർത്തുമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ NV സനീത് പറഞ്ഞു. പ്രധാനമായും നമുക്ക് ഇത്രയും വിഷലിപ്തമായിട്ടുള്ള മാങ്ങകളൊക്കെ ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നാടൻ രീതിയിൽ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാവിൻ തൈകൾ നട്ടു വളർത്തി 3-4 വർഷങ്ങൾ കൊണ്ട് നല്ല മാങ്ങകൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് തന്നെ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഒരു മാംഗോ പാർക്ക് എന്നുള്ള ഒരു ആശയം കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ പ്രധാനമായും കുട്ടികൾക്ക് നമ്മൾ കൃഷിയുമായിട്ടും അടുപ്പമുണ്ടാക്കാനും കൃഷിയോട് ഒരു താല്പര്യം ഉണ്ടാക്കാനും ഉള്ള ഒരു ആശയം കൂടി ഒരു സന്ദേശം കൂടി നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതിലൂടെ നൽകുകയാണ്. കോളേജിൽ നടന്ന ചടങ്ങിൽ വെച്ച് കൃഷി ഓഫീസർ അനിത പാലേരി മാവിൻ തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ V അനിൽ അധ്യക്ഷം വഹിച്ചു. സുജേഷ് CP, രജീഷ് കുമാർ, NV സീനത്ത്, ചാന്ദിനി എന്നിവർ സംസാരിച്ചു. മിനിമം വേതനം 15,000 രൂപയാക്കുക, ആശാവർക്കർമാർക്ക് ആരോഗ്യ സംരക്ഷണ ഉപാധികൾ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. എരഞ്ഞിപ്പാലത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. ആശാവർക്കേഴ്സ് യൂണിയൻ CATU നേതൃത്വത്തിൽ നടത്തിയ സമരം CATU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഓണറേറിയം കുടിശ്ശിക ഉടൻ നൽകുക, തടഞ്ഞുവെച്ച ഇൻസെന്റീവ് ഉടൻ നൽകുക, ഉത്സവ ഭത്ത 5,000 രൂപ അനുവദിക്കുക, ആരോഗ്യ സംരക്ഷണ ഉപാധികൾ ലഭ്യമാക്കുക, ആരോഗ്യമന്ത്രി വാക്കുപാലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കേഴ്സ് യൂണിയൻ CATU നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് ആശാവർക്കർമാർ അണിചേർന്നു. കളക്ടറേറ്റിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം CATU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 മാസക്കാലമായി ഈ 750 ഉറുപ്പികയും ഓണറേറിയം കൊടുക്കുന്നില്ല. അപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ
ഇവരുടെ ജീവിതത്തിലേക്ക് തിരിയണമെന്നുള്ളതാണ് CITUവിന് അഭ്യർത്ഥിക്കാനുള്ളത്. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് P. സാബിറ അധ്യക്ഷം വഹിച്ചു. R. രാഘവൻ, VP പ്രേമ, അജിത ഒഞ്ചിയം, ലൈല, സുനിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള കൂടി. പുത്തൻ ലോകത്തെ ഗാഡ്ജറ്റ് വിസ്മയങ്ങളുമായി 3G മൊബൈൽ വേൾഡിന്റെ മൾട്ടി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യും. ഈ വരുന്ന ജൂലൈ 22 രാവിലെ 10:30 താമരശ്ശേരിയിലും ഉച്ചയ്ക്ക് 3:30 കണ്ണൂരിലെ ക്യാപിറ്റൽ മോൾ. ഈ വരുന്ന ജൂലൈ 22 രാവിലെ 10:30 താമരശ്ശേരിയിലും ഉച്ചയ്ക്ക് 3:30 കണ്ണൂരിലെ ക്യാപിറ്റൽ മോൾ. നിങ്ങളും ഉണ്ടാവും എന്നോടൊപ്പം. 3G മൊബൈൽ വേൾഡ്, സുരഭി ഷോപ്പിംഗ് കോംപ്ലക്സ്, താമരശ്ശേരി, ക്യാപിറ്റൽ മോൾ, കണ്ണൂർ. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളവയല്ല, അവയെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, സമ്പത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ചോഴുണ്ണി മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് വിതരണവും പ്ലാസ്റ്റിക് ശേഖരിക്കലും വെള്ളയിൽ ഗവൺമെന്റ് ഈസ്റ്റ് UP സ്കൂളിൽ നടന്നു. ചോഴുണ്ണി മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണത്തിന് നവീന മാതൃകയായ പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം വെള്ളയിൽ ഗവൺമെന്റ് ഈസ്റ്റ് LP സ്കൂളിൽ നടന്നു. വെള്ളയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ PP സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KT സുരേഷ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി M ജ്യോതിപ്രകാശ്, വെള്ളയിൽ JHI CK വത്സൻ, സുധീർ ശേഖർ പാലക്കണ്ടി, KC അജയകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 8 ഇഞ്ച് വ്യാസവും 1 മീറ്റർ ഉയരവുമുള്ള 2 പൈപ്പുകളാണ് പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റിൽ ഉള്ളത്. കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന് തുടക്കം. ടൗൺ ഹാളിൽ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പുതുതായി പണിയിച്ച സാംസ്കാരിക നിലയത്തിൽ കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ സ്മരണകൾക്ക് ഇടമേകുമെന്നും മേയർ പറഞ്ഞു. മലയാളികൾക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച അനശ്വര ഗായകനാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. കോഴിക്കോടിന്റെ സംഗീത പാരമ്പര്യത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിൽ അബ്ദുൽ ഖാദർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കോഴിക്കോട് എന്നും നിലനിൽക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ടൗൺ ഹാളിൽ നടന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ ജന്മശതാബ്ദി ആഘോഷം. കോഴിക്കോട് അബ്ദുൽ ഖാദർ ഫൌണ്ടേഷനും ഗസൽദാരയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മേയർ AK പ്രേമജം ജന്മശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കാൻ മലയാള സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. MK രാഘവൻ MP പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഖാദറിന് സ്മാരകമുണ്ടാക്കുന്നതിനെപ്പറ്റി പൌരാവലി ഗൌരവമായി ആലോചിക്കണമെന്ന് MP പറഞ്ഞു. പരിപാടിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ നടൻ മാമുക്കോയ, VR സുധീഷ്, K സലാം, MG രഞ്ജിത്ത്, TV ബാലൻ, AV ഫർദീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ. മാതാ പേരാമ്പ്രയും കേന്ദ്ര സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതാ പേരാമ്പ്രയും കേന്ദ്ര സാംസ്കാരിക വകുപ്പും ചേർന്ന് കോഴിക്കോട് സംഘടിപ്പിച്ച തിയേറ്റർ സെമിനാർ ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കലാപ്രവർത്തകരും സംഘടനകളും സർക്കാരിന്റെ സഹായത്തിനായി കാത്തു നിൽക്കരുതെന്നും പ്രവർത്തിക്കാനുള്ള വഴി സ്വയം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം ഈ നേരത്തിന്റെ കാര്യത്തിൽ പല കാര്യത്തിലും ഇനിയൊക്കെ നല്ലത് സർക്കാരുകളെ ആശ്രയിക്കാതെ സ്വകാര്യ വ്യക്തികളെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ചാൽ എത്രയോ സ്ഥാപനങ്ങളും വ്യക്തികളും നമുക്കിടയിലുണ്ട്. ഈ കനകദാസന്റെയും മാതാ MK രാഘവൻ MP അധ്യക്ഷനായിരുന്നു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ, ഫാദർ ജോൺ മണ്ണാറത്ര, ഡോക്ടർ പ്രിയദർശൻ ലാൽ, ഡോക്ടർ TV പ്രകാശ്, TH വത്സരാജ്, R അജിത്ത് എന്നിവർ സംസാരിച്ചു. നാടകത്തെക്കുറിച്ചുള്ള വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ രാജാ വാര്യർ, ഡോക്ടർ MGS നാരായണൻ, ഡോക്ടർ C രാജേന്ദ്രൻ, ഡോക്ടർ KK നമ്പ്യാർ, ഡോക്ടർ പ്രിയദർശൻ ലാൽ, ഡോക്ടർ MM ബഷീർ എന്നിവർ ക്ലാസുകളെടുത്തു. സനൽ ആലപ്പുഴയുടെ നേതൃത്വത്തിൽ കഥകളി ആസ്വാദന ക്ലാസും അവതരണവും സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഭാഗമായി നടുവണ്ണൂർ GHSSൽ തിയേറ്റർ സെമിനാർ നടത്തി. PK ഗോപിയുടെ
പുതിയ കാട്ടാളൻ ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ചൻ എന്നീ കവിതകളുടെ നാടകാവിഷ്കാരമാണ് സംഘടിപ്പിച്ചത്. IG മിനി സംവിധാനം ചെയ്ത അരുണ വി ആർ സോറി എന്ന നാടകത്തോടെ സെമിനാർ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ഡോക്ടർ TV പ്രകാശ്, ഡോക്ടർ പ്രിയദർശൻ ലാൽ, ശിവദാസൻ പൊയിൽക്കാവ് എന്നിവരെ ആദരിച്ചു. ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം PJ ജോഷ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ മിക്കതും സർവീസ് നടത്തുന്നത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന പരാതി വ്യാപകമാകുന്നു. മുന്നിലെയും പിന്നിലെയും വാതിലുകൾ എടുത്തുമാറ്റിയ ശേഷമാണ് സിറ്റിയിലെ പല ബസ്സുകളും സർവീസ് നടത്തുന്നത്. നഗരത്തിൽ സ്വകാര്യ ബസ്സുകൾ ചീറിപ്പായുന്നത് തോന്നിയ പോലെ. ഒരു കാലത്ത് കർശനമാക്കിയ നിയമങ്ങൾ ഇപ്പോൾ ആരും ഗൗനിക്കുന്നില്ല. പല ബസ്സുകളും വേഗപ്പൂട്ട് ഘടിപ്പിക്കാതെയാണ് ജില്ലയിൽ സർവീസ് നടത്തുന്നതെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. നഗരത്തിൽ സർവീസ് നടത്തുന്ന പല ബസ്സുകൾക്കും വാതിലുകളില്ല. തീരെ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് പല ബസ്സുകളും ഓടുന്നത്. ബസ്സിന്റെ വാതിൽ എടുത്തുമാറ്റുന്നത് പ്രായമായവർക്കും വികലാംഗർക്കും അരക്ഷിതാവസ്ഥ തീർക്കുന്നുണ്ടെന്ന് നേരത്തെ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പരാതി ഉയർത്തിയിരുന്നു. ബസ്സുകളിൽ ആളുകളെ കുത്തിനിറയ്ക്കുന്നതിനായാണ് ഇങ്ങനെ വാതിലുകൾ എടുത്തുമാറ്റുന്നത്. ഇത് വൻ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. സിറ്റി ബസ്സുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വാതിലുകൾ സ്ഥാപിക്കാത്തതിൽ പരക്കെ പ്രതിഷേധം ഉയരുന്നുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. ബാങ്ക് ദേശസൽക്കരണ ദിനത്തിന്റെ 47ാം വാർഷികാചരണ വേളയിൽ BEFI ദേശീയതലത്തിൽ പ്രചരണം സംഘടിപ്പിക്കുന്നു. ജൂലൈ 22 വൈകിട്ട് 5:30 KDC ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുകയെന്ന് BEFI ഭാരവാഹികൾ പറഞ്ഞു. മടവൂർ CM മക്കം ഷെരീഫ് 25ാം ഉറൂസ് മുബാറക്കിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ CM മക്കം ഷെരീഫിലെ 25ാം ഉറൂസ് മുബാറക്ക് ജൂലൈ 21 മുതൽ 25 വരെ മടവൂരിൽ നടക്കും. ഉറൂസ് മുബാറക്കിന് ജൂലൈ 21 രാവിലെ 9 മണിക്ക് സംസ്ഥാന ട്രഷറർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മക്കാം സീറത്തോടെ തുടക്കമാകും. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റി രണ്ടാമത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2015 കോഴിക്കോട്ട് നടക്കും. ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിലാണ് ഫിലിം ഫെസ്റ്റിവലും അവാർഡ് ദാനവും നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത്. കനത്ത മഴയിൽ മാങ്കാവ് മനാശ്ശേരി താഴത്ത് വീട് പൂർണ്ണമായി തകർന്നു. മാങ്കാവ് അരുമ്പിൽ വിജയന്റെ വീടാണ് ഞായറാഴ്ച പുലർച്ചെ തകർന്നു വീണത്. വീടിനകത്ത് ആളുകളുണ്ടായിരുന്നെങ്കിലും വീട് തകരുന്നതിന് അല്പസമയം മുൻപ് പുറത്തേക്കിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളുമെല്ലാം പൂർണ്ണമായി നശിച്ചു. കച്ചേരിക്കുന്ന് പട്ടേൽത്താഴം റോഡിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെയാണ് ടവർ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി പ്രതിഷേധ ജ്വാല തെളിയിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ട്രഷറർ മദനമാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമരസമിതി വൈസ് ചെയർമാൻ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, ഭരതക്കുറുപ്പ്, മേച്ചേരി ബാബുരാജ്, ബാബു കിണാശ്ശേരി, DP സുധീർ, NV മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച കാര്യങ്ങളിൽ തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ വൈഡ് റിലീസിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ജൂലൈ 22 തുഷാരഗിരിയിൽ തുടക്കമാകുന്നു. ഇറ്റാലിയൻ ഫ്രീസ്റ്റൈൽ ചാമ്പ്യൻ മാക്സ് ബെന്റൺ ഇത്തവണ പങ്കെടുക്കും. കൈതപ്പൊയിൽ GMUP സ്കൂളിൽ പ്രധാനാധ്യാപികയെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് KSTA നേതൃത്വത്തിൽ DDA ഓഫീസ് ഉപരോധിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life.